സംസ്ഥാനത്ത് പ്രചാരണത്തിനൊപ്പം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചൂട് ഇരട്ടിയായി. കൊല്ലം മണ്ഡലത്തിൽ എം മുകേഷിലൂടെ LDFന്റെ പത്രികാ സമർപ്പണത്തിന് തുടക്കമായി. ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചാരണമാണ് തെക്കൻ കേരളത്തിൽ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനം തന്നെ LDF പത്രികാ സമർപ്പണം ആരംഭിച്ചു. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ N ദേവിദാസിനാണ് പത്രിക നൽകിയത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K വരദരാജൻ, ധനമന്ത്രി KN ബാലഗോപാൽ, PS സുപാൽ, മുൻമന്ത്രി K രാജു തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് എത്തിയത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും പ്രചാരണ രംഗത്ത് സജീവമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പാളയം, ചാല മാർക്കറ്റുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. UDF സ്ഥാനാർത്ഥി ശശി തരൂർ നഗരപ്രദേശം കേന്ദ്രീകരിച്ചും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലം കൺവെൻഷൻ തിരക്കിലുമായിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി V ജോയ് സ്വന്തം നാട്ടുകാർക്കൊപ്പം കൂടി വിശേഷങ്ങൾ പങ്കുവച്ചാണ് പ്രചാരണം ആരംഭിച്ചത്. വൈകിട്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജനകീയ കൂട്ടായ്മയുടെ ഭാഗമാകും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ഇടതു സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് ലാഹ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു രാവിലത്തെ പ്രചരണം. ഭവന സന്ദർശനമാണ് സ്ഥാനാർത്ഥിയുടെ പ്രധാന പരിപാടി. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിൽ ഇല്ലാത്തതിനാൽ പ്രചരണം ഇല്ലായിരുന്നു. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആറന്മുള മണ്ഡലത്തിലെ വിവിധ അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ചാണ് പ്രചരണം ആരംഭിച്ചത്. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.